ബേസിൽ എന്നാണ്. ബേസിൽ നാട്ടുകാരനല്ല, പിറവക്കാരനാണ്. പിറവത്തിൽ നിന്ന് നമ്മുടെ നാട്ടിലെ മത്സരത്തെ മറ്റുള്ളവരിലേക്ക് പകർത്തി നൽകാൻ കടന്നെത്തിയ ബേസിൽ മണിയുടെ പിറവ്. ബേസിൽ ഒരു നിറഞ്ഞൊരു കയ്യടി മാത്രം കൊടുത്ത് നമുക്ക് ബേസിനോടുള്ള സ്നേഹം പങ്കുവയ്ക്കാം. വടംവലി പ്രേമികൾ എന്ന പേജിൽ ബേസിലിന്റെ ലൈവ് ഇപ്പോഴും പോയിക്കൊണ്ടേയിരിക്കുന്നു. ഇന്ന് നമുക്ക് അവസാന കൊട്ടിക്കലാശത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു പോരാട്ടം. ആയവന എന്ന ഗ്രാമവിശുദ്ധിയുടെ നാട്ടുനന്മകൾ പെയ്തിറങ്ങുന്ന നാട്ടങ്കത്തട്ടിൽ ഒത്തൊരുമയുടെ പോരാട്ട ചൂടിന് കളമൊരുക്കി ഒരുമ ചാരിറ്റബിൾ ട്രസ്റ്റ് ആയവന സംഘടിപ്പിച്ച ആദ്യ പ്രഥമ അഖില കേരള വടംവലി മത്സരത്തിന്റെ കലാശക്കൊട്ട് ഫൈനൽ പോരാട്ടം. ഗജരാജാക്കന്മാരിങ്ങനെ തല ഉയർത്തി നിൽക്കുന്നത് പോലെ രണ്ട് ടീമുകൾ ഇടുക്കിയുടെ മണ്ണിൽ ചിന്നക്കനാലിന്റെ ഊശ്വര ഭൂമിയിൽ 301 കോളനിയെ അടിമുടിയിൽ നിർത്തി ആനയിറങ്കൽ ഡാമിലൂടെ RRTയുടെ കണ്ണ് വെട്ടിച്ച് ശങ്കരപാണ്ഡ്യപുരത്തേക്ക് ഓടിക്കയറി അവസാനം ചോരക്കറകൺ നടപ്പ് തീരാതെ അരിശം തീർത്ത് കട്ടപ്പന കുന്നിറക്കി വിട്ട കാട്ടുകൊമ്പൻ അരിക്കൊമ്പന്മാരെ പോലെ അരിശത്തോടെ ഈ കളിക്കളത്തിലേക്ക് ആയുവനയുടെ മണ്ണിലേക്ക് കടന്നെത്തിയ പോരാളി കൂട്ടങ്ങളായി 14 കളിക്കൂട്ടുകാർ മുഖാമുഖം. ഒരു പുറത്ത് കടാംകുളത്ത് മത്തായി സ്പോൺസർ ചെയ്യുന്ന പടയാളികൾ വലൻസിയ കാഞ്ഞൂർ കാലടി. എതിരാളികൾ JK സിമൻസിന് വേണ്ടി ജിനീഷ് ജോൺ കടാംകുളം. സ്പോൺസർ ചെയ്ത് ഈ പടക്കളത്തിന് സമ്മാനിച്ചവർ പ്രതിഭ പ്രളയക്കാട് പെരുമ്പാവൂർ. ഏതായാലും മലയിൽ നിന്ന് പോയാലും കുളത്തിൽ നിന്ന് പോകാത്ത പോരാട്ടത്തിലേക്ക് രണ്ടിന്റെ വാരിലും കടാംകുളം എന്നൊരു കുടുംബ പേരുണ്ട്. രണ്ട് വശത്തും ഒരേ കുടുംബത്തിലേക്ക് തന്നെ 1ഉം 2ഉം സ്ഥാനങ്ങൾ പങ്കിട്ടെടുത്ത് കടന്നു പോകാൻ ഉറച്ചുള്ള പടയോട്ടം കളമാരംഭിക്കുന്നു. ടീമുകൾ തയ്യാറാവും. എവിടെ ഇരുന്നോ? അവിടെ ഇരുന്നു. രാഹുൽ കലാശക്കൊട്ട് ഫൈനൽ അന്തിമ യുദ്ധം. ആരിവിടെ വാഴും ആരിവിടെ വീഴുമെന്ന് കാത്തിരിക്കുന്നവർക്ക് മുന്നിലൂടെ പലബോധം കൊണ്ട് കളമായിരുന്ന പോരാട്ടത്തിന്റെ മികച്ചളം സെക്കൻഡുകൾ കൊണ്ട് നേടിയെടുത്ത് JK സിമൻസിന് വേണ്ടി ജിനീഷ് ജോൺ കടാംകുളം സ്പോൺസർ ചെയ്ത പ്രതിഭ പ്രളയക്കാട് സെക്കൻഡ് കോർട്ടിലേക്ക് പ്രവേശിക്കും. ജോഷി ആരോടൊക്കെ ബെറ്റ് വെച്ചിട്ടുണ്ട്. 1000 എമൗണ്ട് എന്നാണ് ജോഷി പറയുന്നത്. ₹15,001 ക്യാഷ് അവാർഡ് പുണ്യാളൻ ഓട്ടോമൊബൈൽസ് കടാംകുളം മത്തായി സ്പോൺസർ ചെയ്യുന്നു. ഒപ്പം എവർ റോളിംഗ് ട്രോഫി സ്പോൺസർ ചെയ്യുന്നത് തോട്ടത്തിൽ ജുവല്ലേഴ്സ് നൽകുന്ന സമ്മാനം. രണ്ടാം സ്ഥാനക്കാർക്ക് എവർ റോളിംഗ് ട്രോഫി നൽകുന്നു. ഒരുമ എവർ റോളിംഗ് ട്രോഫി ഭീമ ഗോൾഡ് തൊടുപുഴ നൽകുന്ന ₹10,001 ക്യാഷ് അവാർഡ്. റോബിനെ എപ്പോഴാണ് ആൾക്കാർ കണ്ടു തുടങ്ങിയത്? റോബിൻ കലൂരും കൂട്ടർ. റോബിന് പ്രത്യേകതയൊക്കെ ഉണ്ട് കേട്ടോ. റോബിൻ നമ്മുടെ നാടിന് വേണ്ടി
ദേശീയ കായിക മത്സരങ്ങളിൽ വരെ പങ്കെടുത്ത ഒരു നാഷണൽ പ്ലെയർ കൂടെയാണ്. റോബിന്റെ കൂടെയുള്ള ജോസഫൊക്കെ എപ്പോഴാണ് അറിയണേ. ഞാൻ റോബിന്റെ തൊട്ട് പുറയിലേക്ക് ആളെങ്ങനെ നോക്കിയത് എറണാകുളത്തെ കളിയാണ്, ആയവരയിലാണ്. വന്നേക്കുന്ന സ്ഥലം അങ്ങ് വടക്കത്തെ മഞ്ചേരിയിൽ നിന്ന് വന്നിട്ടുള്ള കളിക്കൂട്ടുകാരാണ് സുധീഷ്. മലപ്പുറം മഞ്ചേരിയുടെ മണിമുത്തായി നല്ല മൊഞ്ചുള്ള ഒരു പോരാട്ടത്തിന് കളമൊരുക്കാൻ കടന്നു വന്ന കളിക്കൂട്ടുകാരനാണ്. രണ്ട് ടീമിലൊക്കെ ഉണ്ട്. എതിരാളിക്കൊപ്പം ഒരു പാലക്കാടുകാരുണ്ടായിരുന്നു. പല നാടുകളിൽ നിന്നും നമ്മുടെ മണ്ണിലേക്ക് കടന്നെത്തിയ കളിക്കൂട്ടുകാർ ഒന്നിച്ചൊന്നായി ചേർന്നാണ് ഈ പോരാട്ടത്തിന്റെ മഹാപൂരത്തിലൂടെ കലാശക്കൊണ്ടൊരുക്കുന്നത്. ആരുടെയെങ്കിലും കൈവശം കൗണ്ടർ പോയിൽ ഉണ്ടെങ്കിൽ മേശപ്പുറത്തിരിക്കുന്ന ബോക്സിൽ നിക്ഷേപിക്കുക. ആരവങ്ങൾ പെയ്തിറങ്ങട്ടെ, കൊണ്ടക്കെട്ടിന് തിരിപിടിക്കട്ടെ, കളിയാവേശത്തിന്റെ നടുപ്പണം. ആയിരവണയുടെ കനക കിരീടം ഒരു കൈപ്പിടിയിൽ ഒതുക്കാന്ന് വെച്ച് വേണ്ടി ആവേശ പോലീസയിലേക്ക് നടന്നു കയറി ജനീഷ് ജോൺ കളാമ്പുറം സ്പോൺസർ ചെയ്യുന്ന പടയാളി കൂട്ടങ്ങളായി പ്രതിഭ ചോരാത്ത പ്രതിഭാതന്മാരെ കോർത്ത് കെട്ടിയ പോരാട്ടത്തിലേക്ക് നടന്നു കയറുന്ന നീലക്കുപ്പായക്കാരനാൽ പടാമ്പുറം മത്തായിയുടെ സൈന്യമായി വലൻസിയ, കാഞ്ഞൂർ, കാലടി, ഓരോ കാലടി ചൂടുകളും തങ്ങൾക്ക് അനുകൂലമാക്കി എടുക്കുകയെന്ന ഒറ്റ ലക്ഷ്യത്തോടെ പിടിമുറുക്കുന്ന പടനായകന്മാർ കത്തിപ്പടരുന്ന പോരാട്ടം. ആകാശത്തിന്റെ തിവർപ്പ്, ആകാശവും ഭൂമിയും ഭേദിക്കുന്നത് പടയോട്ടത്തിലേക്ക് കളിച്ചട്ടകം മാറ്റി വിതച്ച് വെടിക്കാറ്റ് കൊയ്യുന്നത് പോലെ യുദ്ധതാണ്ഡവത്തിന്റെ സമസ്ത പിന്നെ പിടിച്ചു കെട്ടാൻ കഴിയാത്ത പോരാട്ട ചൂടുമായി തലപ്പുറങ്ങൾ താണ്ടിക്കയറി കാട്ടുകടന്ന് കൂട്ടങ്ങളെ പോലെ എതിരാളികളുടെ കോട്ട പിടിച്ചെടുക്കാൻ രണ്ട് ടീമുകൾ എട്ടടിയിൽ പോരാട്ടം. പ്രതിഭാ പ്രളയക്കാട് ജോഷിക്ക് 1000 കിട്ടിയോളൂ. പ്രതിഭാ പ്രളയക്കാട് ജയിക്കുന്നതാണ് ജോഷി ആരോട് വെറ്റുവെച്ചത്. ആരോടാണ് ജോഷി വെറ്റുവെച്ചതെന്ന് മാത്രമാണ് നമുക്ക് അറിയാത്തത്. ഏതായാലും നമുക്കൊരു 2 മിനിറ്റ് കൂടെ ബാക്കിയുണ്ട്. 10 മണിക്ക് അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞതാണ്. 9:58 നമ്മൾ കളം കാലിയാക്കുന്നു. ആരും പോകരുത്. നിങ്ങൾക്കുള്ള സമ്മാനങ്ങൾ മേശപ്പുറത്ത് ഇരിക്കുന്നതേ ഉള്ളൂ. കൂപ്പൺ നറുക്കെടുപ്പ് ഉടൻ ആരംഭിക്കും.